രണ്ടു വർഷം മുൻപ് തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കണ്ട തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയാണിത്. തീറ്റയെടുക്കുമോ ജീവിക്കുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട ആനക്കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. സ്വന്തമായി തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും കുറുമ്പു കാട്ടാനുമൊക്കെ ഇത്തിരി കുഞ്ഞിക്കൈനിപ്പോൾ സ്വയം പ്രാപ്തനാണ്. സാധാരണഗതിയിൽ വൈകല്യമുള്ളവയെ മറ്റാനകൾ അകറ്റി നിർത്തുകയാണ് പതിവ്. അവിടെയാണ് ഈ കുഞ്ഞനും അമ്മയും കൂട്ടാനയും വ്യത്യസ്തരാകുന്നത്. മാതൃവാത്സല്യത്തിന്റെ തണലിൽ കുട്ടിയാനയെ സ്വയം പ്രാപ്തനാക്കിയത് ഈ അമ്മയാനയാണ്. ഏകദേശം 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞൻ പിടിയാനയാകാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. തുമ്പിക്കൈയില്ലാത്ത ആനയുടെ അതിജീവനം വാർത്തകളിലൂടെ കണ്ട നിരവധി പേർ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് വനം വകുപ്പിനോട് ആവശ്യമുയർത്തിയിരുന്നു. എന്നാൽ പൊതുവെ ആനക്കൂട്ടം വൈകല്യമുള്ള കുട്ടികളെ ജനവാസ മേഖലയിൽ ഉപേക്ഷിക്കുന്നതാണ് പതിവ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ആനയെ സംരക്ഷിക്കേണ്ട കാര്യമുള്ളൂ എന്നതാണ് അധികൃതർ പറയുന്നത്. കണ്ടിട്ട് ആന പിടിയാനയായിട്ടാണ് നമുക്ക് തോന്നണ. കാരണം തേറ്റൊന്നും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. പിടിയാനയാണെങ്കിൽ അത് ആ സംരക്ഷണം, അമ്മയുടെ ആ കൂട്ടത്തിൻ്റെയും സംരക്ഷണത്തോടുകൂടി കുറേ കാലം കൂടി മുന്നോട്ട് പോകും. കൊമ്പനാനയായിട്ടാണ് വരുന്നതെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ കൂട്ടത്തിൽ നിന്ന് അകറ്റുകയാണ് പതിവ്. പക്ഷെ ഇത്രയും കാലമായിട്ട് ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അമ്മയാനയാണെങ്കിൽ അതിനെ വളരെയധികം നല്ലോണം സംരക്ഷിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിയാന തന്നെ ആവട്ടെ എന്നാണ്, അത് തന്നെയാണ് നമ്മളും കരുതുന്നത്. കൂട്ടത്തിൽ അത് വളരെയധികം ആരോഗ്യവാനായിട്ടും സേഫായിട്ടും തന്നെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ആ അമ്മയാന ആ കുട്ടിയാനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിനെ പിടിച്ച് സംരക്ഷിക്കേണ്ട കാര്യമുള്ളൂ. പിടിയാനയാണെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയില്ലെന്നും കൊമ്പനാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കുമ്പോൾ വൈകല്യമുള്ള ആനയുടെ അതിജീവനം ദുഷ്കരമാകുമോ എന്ന് മാത്രമാണ് വിദഗ്ധരുടെയും ആനപ്രേമികളുടെയും ആശങ്ക. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.